ഹായ് ഗായ്സ്, അപ്പോൾ ഇന്ന് നമുക്കൊരു ഡേ ഇൻ മൈ ലൈഫ് കണ്ടാലോ. ഗൈസ്, ഇന്ന് ചേച്ചിയും ചേട്ടനും ഷാലുമോളും റിതുട്ടിനും ബാംഗ്ലൂർ വന്നിട്ട് ഇന്നേക്ക് മൂന്നാമത്തെ ദിവസമാണ് കേട്ടോ. മൂന്നാമത്തെ ദിവസമാണ് നമ്മൾ മൈസൂർ പോകാനും കറങ്ങാനും പ്ലാൻ ചെയ്തിരുന്നത്. അപ്പോൾ ഇന്നത്തെ കറക്കം നിങ്ങൾക്ക് മനസ്സിലായല്ലോ എവിടെയാണെന്ന്. അതെ ഗൈസ്, ബാംഗ്ലൂരിൽ നമ്മൾ നേരെ മൈസൂരേക്കാണ് പോകുന്നത് കേട്ടോ. ചേച്ചിയും ചേട്ടനൊക്കെ വന്നതിൻ്റെ അന്ന് നമ്മൾ അക്വേറിയം പാരഡൈസും അതുപോലെ തന്നെ മാൾ ഓഫ് ഏഷ്യയിലും കറങ്ങാൻ പോയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒരു ലോങ് വീഡിയോ ഞാൻ എൻ്റെ ചാനൽ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാൻ ആഗ്രഹമുള്ളവരൊക്കെ ഒന്ന് കണ്ടു നോക്കുക കേട്ടോ. കാരണം കുറേ പേരൊക്കെ പറഞ്ഞായിരുന്നേ ലോങ് വീഡിയോ അപ്ലോഡ് ചെയ്യാനായിട്ട്. അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ആരും കാണുന്നില്ല. എനിക്ക് തോന്നുന്നു ഇനിയിപ്പം നോട്ടിഫിക്കേഷനൊക്കെ ചെല്ലാത്തതുകൊണ്ടായിരിക്കും. അപ്പോൾ കാണാൻ താല്പര്യമുള്ളവർ ഒന്ന് കണ്ടു നോക്കുക കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മുടെ വീഡിയോയിലേക്ക് പോയാലോ. ഇന്ന് ശരിക്കും പറഞ്ഞാൽ ആരും നേരച്ചപ്പോൾ ഉറങ്ങിയിട്ടില്ല കേട്ടോ. ഉറങ്ങിയിട്ടില്ലെന്ന് വെച്ചാൽ ഒരു പോളക്കണ്ണ് പോലും ഞങ്ങളൊന്നും അടച്ചിട്ടില്ല. ഷാലും ഋതുട്ടിനും കുറച്ച് നേരം നന്നായിട്ട് കിടന്ന് ഉറങ്ങിയെങ്കിലും ബാക്കി ആരും അവിടെ നേരച്ചപ്പോൾ ഉറങ്ങിയിട്ടൊന്നും ഇല്ല കേട്ടോ. കാരണം വേറെ ഒന്നും അല്ല, നമുക്കൊരു 5:30 അടുപ്പിച്ചായിരുന്നു നമ്മുടെ വണ്ടിയുടെ ടൈം. സോ നമ്മൾ നിൽക്കുന്നിടത്ത് നിന്ന് നമുക്ക് അങ്ങ് മജസ്റ്റിക് വരെ പോകണമല്ലോ. പിന്നെ ആ ടൈമിലൊക്കെ ഊബറൊക്കെ ബുക്ക് ചെയ്ത് കിട്ടാൻ നല്ല പാടായതുകൊണ്ട് നമ്മൾ 4 മണി തൊട്ടാണ് നമ്മൾ ഊബർ ബുക്ക് ചെയ്യാൻ ട്രൈ ചെയ്യുന്നുണ്ട്. പക്ഷേ കിട്ടിയപ്പോൾ അത്യാവശ്യം കുറച്ച് ടൈം എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങളതുകൊണ്ട് എല്ലാം രാവിലെ തന്നെ റെഡി ആയിട്ട് നേരെ നമ്മൾ ഊബറൊക്കെ ബുക്ക് ചെയ്ത് മജസ്റ്റിക്കിൽ വന്നു. മജസ്റ്റിക്കിൽ വന്ന് ട്രെയിൻ കയറി ഒന്ന് ഇരുന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ കുറച്ച് നേരം ഒന്ന് മയങ്ങി കേട്ടോ. നമ്മൾ പിന്നെ ഓൾറെഡി ട്രെയിൻ ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ എത്താറായപ്പോഴത്തേക്കും റിതൂട്ട് അത്യാവശ്യം നല്ല രീതിയിൽ കിടന്ന് ഉറങ്ങിയതുകൊണ്ട് ചേച്ചിക്ക് അതിൻ്റെ ഇടയ്ക്കൂടെ കുറച്ച് പണിയൊക്കെ നടന്നു കേട്ടോ. റിതൂട്ടിന് വേണ്ടിയിട്ടുള്ള ആപ്പിളൊക്കെ സ്മാഷ് ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു ചേച്ചി. പിന്നെ എത്താറായപ്പോൾ തന്നെ ഷാലുമോൾ പിന്നെ ഫുള്ള് പൊട്ടി അടിക്കാൻ തുടങ്ങി. ലിപ്സ്റ്റിക്കൊക്കെ ഇട്ട് റെഡി ആവുമായിരുന്നു കേട്ടോ. ഞാനും ഇട്ടില്ലെന്നല്ല, ഞാനും അതിൻ്റെ ഇടയിൽ കൂടെ ചെറുതായിട്ടൊക്കെ ഒന്ന് ടച്ചപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു. എന്തായാലും 4 ആൾക്കാർ കാണുന്നതല്ലേ അല്ലേ. അതെ. അപ്പോൾ നമ്മൾ മൈസൂർ വന്ന് ഇറങ്ങിയതിന് ശേഷം നമ്മൾ ഊബർ ബുക്ക് ചെയ്തിട്ട് ഈ ഒരു പള്ളിയിലേക്ക് വരാനായിരുന്നു ഞങ്ങളുടെ പ്ലാനിങ്. പക്ഷേ ഊബറൊന്നും ബുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. അവിടെ ചെന്ന് ഇറങ്ങുമ്പോൾ തന്നെ ചേച്ചി ചേട്ടാ എങ്ങോട്ടാണ് പോകേണ്ടത് എന്നും പറഞ്ഞിട്ട് മലയാളം പറയുന്നവരാണോ, കന്നഡയാണോ, തമിഴാണോ, ഹിന്ദിയാണോ, എല്ലാ ലാംഗ്വേജും അവിടെ പറയുന്ന ആൾക്കാരുണ്ട് കേട്ടോ. പ്രത്യേകിച്ച് ഈ ടാക്സിയൊക്കെ ഓട്ടിക്കുന്ന ആളുണ്ടല്ലോ. അപ്പോൾ അവർ വന്നിട്ട് ഞങ്ങളുടെ ചോദിക്കുന്നുണ്ട് എവിടെ നിങ്ങൾക്ക് പോകണ്ടേ, ഞങ്ങൾ അവിടെ കൊണ്ടാക്കാം, വേണമെങ്കിൽ ഇങ്ങനെ കറങ്ങി അവിടെ ഇന്നടത്തൂടെയൊക്കെ അതൊക്കെ ഒന്ന് കാണിച്ചതിന് ശേഷം അവിടെ കൊണ്ടാക്കാം, ഇത്ര രൂപ തന്നാൽ മതി എന്നൊക്കെ അവർ പറയുന്നുണ്ട്. പക്ഷേ ഞങ്ങൾക്കതൊന്നും അത്രയ്ക്ക് അങ്ങോട്ട് ഇതായിട്ട് തോന്നാത്തതുകൊണ്ട് ഞങ്ങൾ നേരെ ഊബർ ബുക്ക് ചെയ്തിട്ടാണ് നമ്മൾ ഈ നേരെ പള്ളിയിലേക്ക് വന്നത്. അപ്പോൾ നമ്മൾ ആദ്യം വന്നത് സെൻറ്റ് ഫിനോമിന ചർച്ചിലേക്കാണ് കേട്ടോ. അപ്പോൾ ഇവിടെ വന്നതിന് ശേഷം നമ്മൾ എന്താ പറയുക, കുറേ ഫോട്ടോസും അതേപോലെ കുറേ വീഡിയോസൊക്കെ എടുത്തു. ഷാലുമോളാണെങ്കിൽ പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് കുറേ വീഡിയോസൊക്കെ എടുത്തു. കാരണം വെച്ചാൽ അവൾക്ക് എന്തോ റീൽസ് പോലെയൊക്കെ അപ്ലോഡ് ചെയ്യാനാണെന്നൊക്കെ പറഞ്ഞത് കേട്ടോ. പക്ഷെ വെറുതെയാണ്, പുള്ളിക്കാരെ എടുക്കും, പക്ഷേ ഇൻസ്റ്റയിലൊന്നും പോസ്റ്റ് ചെയ്യത്തില്ല. എല്ലാം അവൾ ഇങ്ങനെ ജസ്റ്റ് സ്റ്റോറി ഇടും, അത്രയേ ഉള്ളൂ കേട്ടോ. അല്ലാതെ പോസ്റ്റിംഗ് ഉള്ള പരിപാടീസൊന്നും ഇല്ല അവൾക്ക്. അപ്പോൾ അങ്ങനെ അവൾക്ക് കുറേ വീഡിയോസൊക്കെ ചേട്ടൻ എടുത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഋതുട്ട് ഇങ്ങനെ നല്ല നിർബന്ധം കാണിക്കുമ്പോഴത്തേക്കും പിന്നെ ഞങ്ങൾ ആരിലൊക്കെ എടുത്ത് ഇങ്ങനെ തുള്ളി അതിനകത്തൊരു തുള്ളി കളിച്ചുകൊണ്ട് ഇങ്ങനെ നടക്കും. പിന്നെയെന്ന് വെച്ചാൽ പള്ളിയിൽ വന്ന് കുറേ നേരം ഇങ്ങനെ ഇരുന്നപ്പോൾ ഉണ്ടല്ലോ എന്തോ ഒരു വല്ലാത്ത സമാധാനമായിരുന്നു കേട്ടോ. ഭയങ്കര മനഃശാന്തി എന്നൊക്കെ പറയത്തില്ലേ, ആ ഒരു ഫീലായിരുന്നു. നല്ല രസമാണ് ആ പള്ളി. എനിക്ക് പള്ളി ഭയങ്കരമായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. കാരണം ഒരു എന്താ പറയുക, നമ്മൾ ചിലപ്പോൾ യൂറോപ്യൻ കൺട്രീസിലൊക്കെ പോകുമ്പോൾ കാണുന്ന ടൈപ്പ് പള്ളികളൊക്കെ ഉണ്ടല്ലോ, അതേ ഒരു മോഡലിംഗ് ആണ് കേട്ടോ അവിടെ പള്ളിയും. ശരിക്കും പറഞ്ഞാൽ നല്ല ഭംഗിയുണ്ടായിരുന്നു. പിന്നെ ആകെ ഉണ്ടെന്ന് പറയുന്നത് അവിടെ അങ്ങനെ എൻട്രി ഫീസോ കാര്യങ്ങളോ ഒന്നും കൊടുക്കണ്ട. ജസ്റ്റ് ചെരുപ്പ് കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം നമ്മൾ പൈസ കൊടുക്കണം. അതല്ലാതെ അവിടെ വേറെ ഒരു ഇതും ഇല്ല കേട്ടോ. ക്യാഷൊന്നും നമ്മൾ എക്സ്ട്രാ നമ്മുടെ ഒന്നും ആവത്തില്ല. അങ്ങനെ ഞങ്ങൾ അവിടെ പള്ളിയിൽ പോയി കുറേ നേരം നന്നായിട്ടിരുന്ന് പ്രാർത്ഥിച്ചു. കുറേ നേരം ഞങ്ങളവിടെ ഇരുന്ന് കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ അവിടുന്ന് പുറത്തിറങ്ങിയതിന് ശേഷം നേരെ വന്നത് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടാണ്. ഞങ്ങൾ വലിയ ഹോട്ടലിലൊന്നും കയറിയില്ല ഫുഡ് കഴിക്കാനായിട്ട്. ജസ്റ്റ് അടുത്തുള്ളൊരു തട്ടുകടയിൽ കയറി. തട്ടുകട പോലെ ഒരു ഇത്. അപ്പോൾ അവിടെ കയറി ഞാനും ചേട്ടനും ഷാലുമോളും പൂരിയും കറിയാണ് കഴിച്ചത്. ചേച്ചിക്ക് ഇഡ്ഡലി മതി എന്ന് പറഞ്ഞത്. അപ്പോൾ റിതൂട്ടിന് അതിന് കൊടുക്കാമല്ലോ എന്ന് വെച്ചിട്ട് അങ്ങനെ ഫുഡെല്ലാം കഴിച്ചതിന് ശേഷം ഞങ്ങൾ വീണ്ടും ഊബർ ബുക്ക് ചെയ്തിട്ട് നമ്മൾ നേരെ വന്നത് മൈസൂർ പാലസിലേക്കാണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ മൈസൂർ കറങ്ങാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഒരു പ്ലാൻ തന്നെ റെഡി ആക്കിയിട്ടുണ്ടായിരുന്നു ഗൈസ്. Day 3 എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ഫുള്ള് പ്ലാനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ആദ്യം നമ്മൾ ഇന്നടത്ത് പോകണം, ഇത്ര മണി തൊട്ട് ഇത്ര മണി വരെ അവിടെ ആയിരിക്കണം, അത് കഴിഞ്ഞിട്ട് അടുത്തടുത്ത് പോകണം, ഇത്ര മണി തൊട്ട് ഇത്ര മണി വരെ അവിടെ ആയിരിക്കണം. ഇങ്ങനെയൊക്കെയായിരുന്നു ഞങ്ങൾ പ്ലാൻ ചെയ്തിരുന്നത്. അതേപോലെ തന്നെ മൈസൂർ പാലസ് ശരിക്കും പറഞ്ഞാൽ നൈറ്റ് വന്നു കഴിഞ്ഞാൽ കാണാൻ നല്ല ഭംഗിയായിരിക്കും എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. കാരണം അതിൻ്റെ പുറമേ ഉള്ള ലൈറ്റ് സെറ്റിങ്സ്, പിന്നെ ഈ സ്പോട്ടൊക്കെ നമ്മൾ എന്താ പറയുന്നത് എല്ലാം പ്ലാനിൽ കൊണ്ടുവരാൻ കാരണം തന്നെ കുറേ റീൽസാണ് ഗൈസ്. നമ്മളെന്തെങ്കിലും മനസ്സിൽ കാണുമ്പം ഫോൺ മാനത്തി കാണുമല്ലോ, ആ ഒരു അവസ്ഥയായിരുന്നു കേട്ടോ. ഇങ്ങനെ പിന്നെ അങ്ങോട്ട് ഞങ്ങൾ എന്താ പറയുന്നത് ഒരു ട്രിപ്പ് ഇങ്ങനെ പ്ലാൻ ചെയ്യുമ്പം പിന്നെ അങ്ങോട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഫോണിനകത്ത് ആ ഒരു പ്ലേസിനെ കുറിച്ചുള്ളത് ലിസ്റ്റ് മാത്രമേ വന്നുകൊണ്ടിരിക്കുന്നത്. അവിടെ പോയാൽ ഇന്നത് കാണണം, മറ്റേത് കാണണം, മറിച്ചത് കാണണം, ഇങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ. അങ്ങനെയാണ് ഞങ്ങൾ ഫസ്റ്റ് പള്ളിയും അതുപോലെ തന്നെ മൈസൂർ പാലസൊക്കെ ചൂസ് ചെയ്തത്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പിന്നെ മൈസൂർ അതേപോലെ സൂ ഒക്കെ ഞങ്ങൾ ഇത് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ.
അതൊക്കെ നമ്മൾ ഭയങ്കര സംഭവമായിരുന്നു ഗൈസ് ശരിക്കും പറഞ്ഞാൽ. അങ്ങനെ മൈസൂർ പാലസിൽ വന്നിട്ട് ഞങ്ങൾ പുറത്ത് നിന്ന് കുറേ വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തപ്പോൾ തന്നെ ചെറുതായിട്ടൊന്ന് മഴ ചാരി തുടങ്ങി. അപ്പോൾ തന്നെ ഞങ്ങൾ ഓടി അകത്ത് കയറാനുള്ള പരിപാടി നോക്കിയിട്ട് എന്തിനാ വെറുതെ പുറത്ത് നിന്ന് നനയുന്നതെന്ന് വെച്ചിട്ട്. പിന്നെ അകത്തോട്ട് കയറുന്നതിന് മുന്നേ നമ്മുടെ ചെരുപ്പും കാര്യങ്ങളൊക്കെ അവരൊരു സഞ്ചി തരും, നമ്മൾ ആ സഞ്ചിക്കകത്ത് ഇട്ടങ്ങ് കൊടുത്താൽ മതി. അതേപോലെ അത് ഫ്രീ സർവീസ് ആണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ നമ്മൾ അതിൻ്റെ നമ്പർ ജസ്റ്റ് ഒന്ന് ഫോട്ടോ, അതായത് കവറിൻ്റെ ആ നമ്പർ വരുന്ന ഭാഗത്ത് ഫോട്ടോ മാത്രം എടുത്ത് വെച്ചിരുന്നാൽ മതി. നമ്മൾ തിരിച്ചിറങ്ങുമ്പോൾ അവരടുത്ത് പറഞ്ഞാൽ നമുക്കത് സാധനം തിരിച്ചു തരും, അല്ലെങ്കിൽ ഫോട്ടോ കാണിക്കണം, അത്രയേ ഉള്ളൂ. പക്ഷെ നടക്കാനാണെങ്കിൽ കുറേ ഉണ്ട് കേട്ടോ. അതിനകത്ത് നടന്ന് കാണാനാണെങ്കിൽ കുറേ ഉണ്ട്. കുറേ ആൾക്കാരുടെ പെയിൻറ്റിങ്സ്, അതേപോലെ അവർ യൂസ് ചെയ്ത തിങ്സ്, അങ്ങനെ 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 കുറേ ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ ഞാൻ പാലസിലൊന്നും അങ്ങനെ പോയിട്ടില്ല, അതാണ് സത്യം. പാലസൊക്കെ ഞാൻ ഇങ്ങനെ പോയി കാണുന്നത് ഫാമിലിയായിട്ട് എപ്പോഴും ഇല്ല. മണിച്ചിത്രത്താഴ് സിനിമ ഷൂട്ട് ചെയ്ത ആ ഒരു പാലസ് ഉണ്ടല്ലോ, അവിടെ ഞാൻ പോയിട്ടുണ്ട്, ഇല്ലയെന്നല്ല. അല്ലാതെ ഒരു പാലസിൽ ഇങ്ങനെ വരിക എന്ന് പറയുന്നത് ഇത് ആദ്യ സംഭവമാണ് കേട്ടോ. ഞാൻ ഇവിടെ വന്ന് ഇങ്ങനെ കാണുകയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങളിതേ പിന്നെ അവിടെ നിന്ന് ഫുള്ള് ഫോട്ടോസും അതേപോലെ തന്നെ വീഡിയോസൊക്കെ എടുത്തു. പിന്നെ തട്ടി തട്ടി ഇങ്ങനെ നടക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയായിരുന്നു. അത്ര തിരക്കായിരുന്നു, നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. പിന്നെ എനിക്ക് അത്യാവശ്യം നല്ല രീതിയിൽ കാലുവേനായിട്ടുണ്ടായിരുന്നു. അതിൻ്റെ റീസൺ ഞാൻ ഇട്ടുന്ന ബൂട്ടാണ് ഗൈസ്. ഞാൻ ഇട്ടേക്കുന്ന ഡ്രസ്സ് ഉണ്ടല്ലോ, അത് ഞാൻ മീഷോയിൽ നിന്ന് മേടിച്ചതാണ് കേട്ടോ. അപ്പോൾ ആ ഡ്രസ്സിൻ്റെ കൂടെ എൻ്റെ അനിയത്തി എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ, അവൾ എൻ്റെ അടുത്ത് പറഞ്ഞു, ഇടി അതിലൂടെ ആ ബൂട്ട് ഇടി നല്ല ഭംഗിയാടി, അതിലൂടെ അതേ ചേരത്തുള്ളൂ. സത്യം പറഞ്ഞാൽ അവളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, കാരണം അതിലൂടെ ആ ബൂട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു. അങ്ങനെ അവളുടെ വാക്കും കേട്ട് ഞാൻ ബൂട്ട് എടുത്തിട്ട് ഗൈസ്, ബൂട്ട് ഇട്ടിട്ട് എനിക്ക് നടക്കാനും വയ്യ, ഒന്നും പറ്റാത്തൊരവസ്ഥയായിരുന്നു കേട്ടോ. കാലിന് നല്ല പെയിൻ കൂടിയിട്ടുണ്ടായിരുന്നു. പിന്നെ കാലിന് ഞാൻ ചെരുപ്പൂരി വെച്ചപ്പോഴാണ് ആകെ ഒരു സമാധാനമായത്. അങ്ങനെ പാലസ് മൊത്തം നല്ല അടിപൊളിയായിട്ട് ഞങ്ങൾ നടന്ന് നിരങ്ങി ഞങ്ങൾ കണ്ടു തീർത്തു ഗൈസ്. ശരിക്കും കാണാനുണ്ട് കേട്ടോ. ചിലപ്പോൾ നമുക്ക് ചെറുതായിട്ട് ബോറൊക്കെ അടിക്കും, അത് വേറെ സത്യം. എനിക്ക് ബോറടിച്ചായിരുന്നു, അതുകൊണ്ടാണ് കേട്ടോ. അങ്ങനെ നമ്മൾ പുറത്തിറങ്ങിയപ്പോൾ റിതൂട്ടൻ വീണ്ടും ചിണുങ്ങാൻ തുടങ്ങി. പിന്നെ റിതൂട്ടിന് ഫുഡൊക്കെ നമ്മൾ കൊടുത്തു. അവിടെ ഇരുത്തി തന്നെ കുറച്ച് ഫുഡൊക്കെ കൊടുത്തതിന് ശേഷം നമ്മൾ പിന്നെ അവിടെ നേരെ വണ്ടി കയറിയിട്ട് റെയിൽവേ സ്റ്റേഷനിലോട്ടാണ് വന്നത് കേട്ടോ. എന്താ കാര്യം എന്ന് വെച്ചാൽ എല്ലാവർക്കും നല്ല രീതിയിൽ കാലുവേന കൂടിയിട്ടുണ്ടായിരുന്നു. എനിക്കാണെങ്കിൽ പിന്നെ നല്ല രീതിക്ക് എന്ന് വെച്ചാൽ ഉപ്പൂറ്റിയൊക്കെ നല്ല പെയിൻ ഉണ്ടായിരുന്നു കേട്ടോ. അതേപോലെ ഉറക്കക്ഷീണമാണോ എന്തോ ഭയങ്കര ഒരു വല്ലാത്തയായിപ്പോയി. അതുകൊണ്ട് ഞങ്ങൾ ആ രണ്ടിടത്ത് മാത്രമേ പോയുള്ളൂ. പിന്നെ നമ്മൾ പ്ലാൻ മൊത്തം ക്യാൻസൽ ചെയ്തിട്ട് നേരെ തിരിച്ച് വീട്ടിൽ വരാനുള്ള പരിപാടിയാണ് നോക്കിയത് കേട്ടോ. അങ്ങനെ തിരിച്ച് നമ്മൾ ഒരു ലോക്കൽ ട്രെയിൻ മെമോ ഉണ്ടല്ലോ, അതിനകത്ത് കയറിയിട്ട്, മെമോ എന്ന് കഴിഞ്ഞല്ലേ പറഞ്ഞാൽ, അതിനകത്ത് കയറിയിട്ട് നമ്മളിതേ നേരെ തിരിച്ച് വീട്ടിൽ വന്നിട്ടുണ്ട് ഗൈസ്.